ഈ കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ സൈഡിലുള്ള ചെറിയൊരു തോടാണ്. ഈ തോട്ടിലാണെങ്കിൽ നിറയെ മീനുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ ലീവായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ചൂണ്ടയിടാൻ വേണ്ടി. ചൂണ്ടയിട്ടിട്ട് ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് കൈച്ചൽ എന്ന് പറഞ്ഞ മീനാണ്. ഞങ്ങളുടെ കാരപ്പുഴയിൽ നിന്നാണ് തോട്ടിലേക്ക് മീനുകൾ ഇങ്ങനെ വരുന്നത്. ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ഇവർ പിടിക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ചൂണ്ടയിട്ടിട്ടാണ് പിടിക്കുന്നത്. ചൂണ്ടയുടെ കൊളുത്തിൽ ചെറിയ പീസുകൾ പോലുള്ള ഈ ഇത് ഇട്ടിട്ട് മൈദപ്പൊടി കലക്കിയിട്ട് ആട്ടമാവ് കലക്കിയിട്ട് അതിൻ്റെ മയിൽ ഘടിപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചെറിയൊരു കണ്ണി, അതായത് ചൂണ്ടയിടുന്നത്. ചൂണ്ടയുടെ മെഷീനാണ് ആ കാണുന്നത്. ഇങ്ങനെ കറക്കുകയും പിന്നോട്ട് കറക്കുകയും മുന്നോട്ട് കറക്കുകയൊക്കെ ചെയ്യുന്നത് ചൂണ്ടയാണ്. വെള്ളം ഒരു പകുതിയോളം വെള്ളമുണ്ട്. പക്ഷെ ഇതിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ നിറയെ വെള്ളം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് മീനുകളും ഉണ്ട്. അപ്പം ഞങ്ങളുടെ സുന്ദരമായ ഒരു തോടാണിത്. അപ്പോൾ ഓരോരുത്തരും ചൂണ്ടയിടുന്തോറും ഓരോ മീനുകളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നി. കാരണം ഈ ചെറിയ തോടിയിൽ നിന്ന് ഇത്രയധികം മീനുകൾ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് മീനുകളെ കിട്ടി. ഈ കാണുന്നത് അവർ പിടിച്ചിട്ട് റൂട്ടിലിട്ടതാണ്. അപ്പോൾ അവർ പിടിച്ചിട്ട് അതിനെ ബക്കറ്റിലാക്കാൻ വേണ്ടി പിടിച്ച് റോട്ടിലേക്ക് ഇട്ടതാണ്. വലിയ വലിയ മീനുകൾ മാത്രമല്ല കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ചെറിയ മീനുകളും ഒരുപാട് തോട്ടിനകത്തുണ്ട്. അപ്പോൾ ഈ തോട്ടിൽ ചെറിയ ചെറിയ മീനുകൾ കൂടാണ്ട് ഞങ്ങളുടെ ഈ കണ്ടത്തിലും അതിൽ കരയ്ക്കൊക്കെ കാണുന്ന ചെറിയ പൂക്കളുണ്ട്. അതായത് പൂത്താലി എന്നൊക്കെ പറയും. ആ പൂത്താലികൾ ഈ തോട്ടിൽ നിറയെ ഉണ്ടാവും. മഴക്കാലമാകുമ്പോൾ ആ കണ്ടത്തിലും, ആ കണ്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ഭാഷയാണ്. അതായത് ആ വയലിലും കൂടാതെ തന്നെ ഈ തോട്ടിൽ നിറയെ പൂത്താലി എന്ന് പറഞ്ഞ പൂക്കൾ നിറയെ പിടിച്ച് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ തോട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര വെയിലാണ്. ഈ നല്ല വെയിലുള്ള സമയത്ത് വരെ മീനുകൾ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടപ്പുണ്ട്. നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ആ സമയത്താണ് കുട്ടികൾ വന്നിട്ട് ഈ ചൂണ്ടയിടുന്നത്. അപ്പോൾ ചൂണ്ടയിട്ട് മീനുകളെ പിടിക്കുന്നതും കൂടാതെ തന്നെ മീനുകളെ പിടിച്ചിട്ട് അവർ വെള്ളത്തിലൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ ഫിഷ് കറിയോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മീനുകളെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് അടുത്തൊരു മീനാണ്. കൈച്ചൽ എന്ന് പറയുന്നത് തന്നെ കൈച്ചൽ എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ വേറെന്താണ്, കുരുടൻ, എറിയൻ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുകളുണ്ട്. അപ്പോൾ ഇതും വേറൊരു മീനാണ്. ഈ ചെറിയ തോട്ടിൽ നിന്ന് ചൂണ്ടയിടുമ്പോൾ ഓരോ പ്രാവശ്യം ചൂണ്ടയിടുമ്പോഴും വലിയ വലിയ കൈച്ചൽ എന്ന് പറഞ്ഞൊരു മീനാണിത്. കറക്റ്റായിട്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കാരാപ്പുഴയിൽ ഒരുപാട് മീനുകളുണ്ട്. കാരാപ്പുഴയിൽ നിന്നാണ് തോട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ചൂണ്ടയിൽ നിന്ന് ഒരുപാട് മീനുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. അതിനെ പിടിച്ചിട്ട് ഒരു ബക്കറ്റിലാക്കിയിട്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ബക്കറ്റിൽ ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ വലിയ മീനാണ്. ഒരു കൈയുടെ അത്രയും വലിപ്പത്തിലുള്ള മീനുകളാണ് അവർ ചെറിയ തോട്ടിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ വലയിൽ തന്നെ കിടക്കുന്ന അടുത്തൊരു മീനാണിത്. അത് വലിയൊരു മീനാണ്. അപ്പോൾ വളരെ എന്താ പറയുക, വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചൂണ്ടയിടുമ്പോഴും പണ്ടത്തെ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ പിള്ളേർ വന്ന് സ്കൂളിൽ ലീവുള്ള ദിവസങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ ചൂണ്ടയിടും ഓരോ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷമാണ്, അവർക്കൊരു ഹാപ്പിയാണ് ഇങ്ങനെ ചൂണ്ടയിടും തോറും മീനുകൾ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇതിനെന്താ ചെയ്യുകയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നിക്ക് ഫിഷ് കറി ഉണ്ടാക്കും വീട്ടിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആക്കി എടുക്കും എന്നാണ് അവർ പറയുന്നത് പിള്ളേർ. അപ്പോൾ മീനുകൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്.